ചിത്രത്തിൽ കാണുന്നത് പോലെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലാകുന്ന മട്ടിൽ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ പരിശോധിക്കാം. വശങ്ങളുടെ മാറ്റത്തിൻ്റെ തോത് K ആണെന്ന് കരുതാം. ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ ABC എന്നും അവയ്ക്ക് ആനുപാതികമായ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ അതുകൊണ്ട് തന്നെ AK, BK, CK എന്നും എടുത്താൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? A+, B+, C. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവോ AK+, BK+, CK. അതിൽ നിന്നും നമുക്ക് പൊതുവായി വരുന്ന K മാറ്റിയെടുത്ത് K × A+, B+, C എന്ന് സൂചിപ്പിക്കാമല്ലോ. ഇനി ചെറിയ ത്രികോണത്തിൻ്റെയും വലിയ ത്രികോണത്തിൻ്റെയും ചുറ്റളവുകളുടെ അംശബന്ധം പരിശോധിക്കാം. A+, B+, C ഈസ് K × A+, B+, C അഥവാ 1:K എന്നർത്ഥം. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ K മടങ്ങാണ് എന്നർത്ഥം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം ഒരേ തോതിൽ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്താൽ ചുറ്റളവുകളും അതേ തോതിൽ മാറുന്നു എന്ന് കാണാം.